ഹായ് നമസ്കാരം. 2026 ഏപ്രിൽ NIOSൻ്റെ എക്സാം എത്താറായിട്ടുണ്ട്. അപ്പം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വാരി വലിച്ച് പഠിക്കാനുള്ളതല്ല, കൃത്യമായിട്ട് ഓർഡറായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ പാസ്സാവാൻ കഴിയും എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് മൊഡ്യൂളായിട്ടാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് ആണ്. അതിൽ നമുക്ക് ആകെ 2 ലെസൺ മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് ഓരോ മൊഡ്യൂളിലും നിശ്ചിത ലെസൺസ് ഉണ്ടെന്നറിയാം. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് 2 ലെസണാണ് പഠിക്കാനുള്ളത്. ആ 2 ലെസൺ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 14 മാർക്കാണ് എക്സാമിന് കിട്ടുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂൾ ആസ്പെക്ട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ 4 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് 4 ലെസണാണ് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾക്ക് ആ 4 ലെസൺ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്കാണ് എക്സാമിന് ലഭിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്നതാണ്. അതിൽ നിങ്ങൾ 5 ചാപ്റ്റേഴ്സ് പഠിക്കണം. ഈ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ളൂ? 17 മാർക്ക് കിട്ടുന്നുള്ളൂ. ഇനി അടുത്തത് നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡെമോക്രസി അറ്റ് വർക്ക് എന്നതാണ്. അതിൽ നിങ്ങൾ 4 ലെസൺ ആണ് പഠിക്കാനുള്ളത്. 4 ലെസൺ അഥവാ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 12 മാർക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തത് 5ാമത്തെ മൊഡ്യൂളാണ്. 5ാമത്തെ മേജർ കണ്ടംപററി ഇഷ്യൂസ് എന്ന മൊഡ്യൂളാണ്. അതിൽ നിങ്ങൾ 3 ചാപ്റ്റേഴ്സ് 3 ലെസൺ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്കാണ് എക്സാമിന് ലഭിക്കുന്നത്. പിന്നെ ആറാമത്തെന്ന് പറയും ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ 2 ചാപ്റ്ററുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു 2 ലെസൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, 2 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു 6 മൊഡ്യൂളിൽ എത്ര ലെസൺ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അവസാനത്തത് 6ാമത്തെന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. അതായത് വേൾഡ് ഓർഡർ ആൻഡ് ദ യുണൈറ്റഡ് നേഷൻ ഓർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇങ്ങനെ 2 മൊഡ്യൂൾ നിങ്ങൾക്ക് കാണാം, 6Aയും 6Bയും. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? പഠിക്കേണ്ടതുള്ളൂ. ഒന്നുകിൽ 6A അല്ലെങ്കിൽ 6B. ഏത് പഠിച്ചാലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്? 15 മാർക്കാണ് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2ഉം പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ്? ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. നിങ്ങൾ നോക്കുക, വായിച്ച് നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ താല്പര്യമുള്ളത് ഇതിലേതാണോ പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് അതെടുത്ത് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ്, ഷുവറായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 15 മാർക്ക് അവിടെ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 6 മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 6 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിലും വ്യത്യസ്ത തരം മാർക്കാണുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാര്യം, ഏറ്റവും ചെറിയ ലെസൺസ്, അതായത് ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കുറവ് ലെസൺ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. ഏത് മൊഡ്യൂളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് 3ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്. പക്ഷേ അതിൽ നമ്മൾ എത്ര ചാപ്റ്റർ പഠിക്കണം? 5 ചാപ്റ്റർ പഠിക്കണം. ഈ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്നതുള്ളത്, അതായത് പാർലമെൻറ്റ് സിസ്റ്റം, ലോക്സഭ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കണം. അപ്പോൾ അതിലും ബെറ്റർ വേറെ ഏതെങ്കിലും പഠിക്കുന്നതാണോ നോക്കാം. 15 മാർക്ക് ലഭിക്കണമെങ്കിൽ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. എന്നാൽ 14 മാർക്ക് ലഭിക്കണമെങ്കിൽ 2 ചാപ്റ്റർ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അടുത്തതും അതുപോലെ തന്നെ 12 മാർക്ക് കിട്ടണമെങ്കിൽ 4 ലെസൺ പഠിക്കണം. 15 മാർക്ക് കിട്ടണമെങ്കിൽ 3 ലെസൺ. ഇത് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ മേജർ കണ്ടംപററി ഇഷ്യൂസ് എന്ന ലെസൺ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. കാരണം അതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തായാലും പഠിക്കുക. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്ര മാർക്കാണ്? 15 മാർക്കാണ്. ഈ ഒരു 5ാമത്തെ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ 3 ലെസൺ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്കാണ് ലഭിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ചാപ്റ്ററാണ് 1ാമത്തെ ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ്. ഈ ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിൽ 2 ലെസൺ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ 2 ലെസൺ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 14 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്.
അപ്പോൾ നമ്മൾ 2 മൊഡ്യൂൾ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്തും പഠിക്കുക, ഈ ഓപ്ഷണൽ മൊഡ്യൂൾ നിർബന്ധമായിട്ട് പഠിക്കുക. അത് 3ഉം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ സയൻസിൽ ഏകദേശം പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. ഇനി നല്ല മാർക്കാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇത് മാത്രം പഠിച്ചു പോകരുത്, ബാക്കി എല്ലാ പാഠങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. പക്ഷേ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഓരോന്നും ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പാസ്സാവാൻ വേണ്ടിയിട്ട്, ഇതുവരെ ഒരു പ്രിപ്പറേഷൻ നടത്താത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിർബന്ധമായിട്ട് ഈ ഒരു 3 മൊഡ്യൂളുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.